ഹായ്, എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി ഏലിയാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? അത് ഹെൻറി മോസ്ലിയാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആധുനിക ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണ് ഉള്ളത്. ഇത് ആവർത്തിച്ച് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആധുനിക ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെയും ഗ്രൂപ്പുകളുടെയും എണ്ണം 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും. ഈ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തനെയുള്ള കോളംസ്, അതായത് വെർട്ടിക്കലായിട്ടുള്ള കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിലങ്ങനെയുള്ള റോസ്, ഹൊറിസോണ്ടലായിട്ടുള്ള റോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ്സ് എന്ന് പറയുന്നത്. സോ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18ഉം പീരീഡുകളുടെ എണ്ണം 7ഉമാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളാണ് ഉള്ളത്. അതിൽ സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 92 ആണ്. അതായത് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ്, നമ്മുടെ പ്രകൃതിയിലുള്ള എലമെൻറ്റ്സ് ആണ് 92 എണ്ണം. അതിൽ 118ാമത്തെ മൂലകം എന്ന് പറയുന്നത് ഓർഗാനസോൺ ആണ്. അതുപോലെ 92ാമത്തെ മൂലകം എന്ന് പറയുന്നത് യുറേനിയമാണ്. സോ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. പിന്നെ ആധുനിക ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളുണ്ട്. അതിൽ 92 എണ്ണം സ്വാഭാവിക മൂലകങ്ങളാണ്. പിന്നെ 118ാമത്തെ മൂലകം ഓർഗാനസോൺ ആണ്. അതുപോലെ തന്നെ 92ാമത്തെ മൂലകം യുറേനിയമാണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു 18 ഗ്രൂപ്പുകളുണ്ടെന്ന് പറഞ്ഞു. ഈ ഗ്രൂപ്പിലെ എലമെൻസിനെല്ലാം ഓരോ പേരുകളുണ്ട്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻസ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഇനി 3ാമത്തെ മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. ഇനി 13 മുതൽ 16 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പേര് വെച്ചിട്ടാണ്. സോ 13ാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ബോറോൺ ആണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ബോറോൺ ഫാമിലി അല്ലെങ്കിൽ ബോറോൺ കുടുംബം എന്നാണ്. 14ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് കാർബൺ ഫാമിലി അല്ലെങ്കിൽ കാർബൺ കുടുംബം. 15ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ നൈട്രജൻ കുടുംബം. ഇനി 16ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ഓക്സിജൻ കുടുംബം എന്നാണ്. പിന്നെ 17ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ഹാലോജൻസ് എന്നാണ്. 18ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയും. മലയാളത്തിൽ അതിന് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നൊക്കെ പറയും. ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്നാണ്. 13 മുതൽ 16 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അതിൻ്റെ എല്ലാം ആദ്യത്തെ എലമെൻറ്റിൻ്റെ പേര് വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. 13ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ബോറോൺ ഫാമിലി. 14ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് കാർബൺ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് നൈട്രജൻ ഫാമിലി. 16ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ഓക്സിജൻ ഫാമിലി. ഇനി 17ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഹാലോജൻസ് എന്നാണ്. 18ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ഇനേർട്ട് ഗ്യാസസ്, നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ എന്നാണ്. സോ ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു.
അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആധുനിക ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണമാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൊത്തം 4 ബ്ലോക്കുകളാണുള്ളത്. ഒന്ന് എസ് ബ്ലോക്ക്, രണ്ടാമത്തേത് പി ബ്ലോക്ക്, മൂന്നാമത്തേത് ഡി ബ്ലോക്ക്, നാലാമത്തേത് എഫ് ബ്ലോക്ക്. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ് എസ് ബ്ലോക്കിലുള്ളത്. ഇനി 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ സംക്രമണ മൂലകങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. അത് ഏതൊക്കെ ഗ്രൂപ്പാണെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങളെന്ന് പറയുന്നത്. ഈ സംക്രമണ മൂലകങ്ങളാണ് ഡി ബ്ലോക്കിൽ ഉള്ളത്. അടുത്തതാണ് എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്കിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ്. ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 57ാമത്തെ അറ്റോമിക നമ്പറുള്ള എലമെൻറ്റ് മൂലകമാണ് ലന്താനം. ഈ ലന്താനം കഴിഞ്ഞു വരുന്ന 58 മുതൽ 71 വരെയുള്ള മൂലകങ്ങൾ ലാന്തനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മൂലകങ്ങളാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ താഴെയായിട്ടുള്ള ഫസ്റ്റ് റോയിൽ കാണുന്നത്. ഇനി 89ാമത്തെ മൂലകമാണ് ആക്ടീനിയം. ഈ ആക്ടീനിയം കഴിഞ്ഞു വരുന്ന 14 മൂലകങ്ങൾ, അതായത് 90 മുതൽ 103 വരെയുള്ള 14 മൂലകങ്ങളാണ് ആക്റ്റിനോയിഡുകളെന്ന് പറയുന്നത്. ഈ ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ് എഫ് ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള മൂലകങ്ങൾ. സോ നമ്മൾ പറഞ്ഞു ആധുനിക ആവർത്തന പട്ടികയിൽ 4 ബ്ലോക്കുകളാണുള്ളത്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് എസ് ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പി ബ്ലോക്കിൽ വരുന്നത്. അടുത്തത് സംക്രമണ മൂലകങ്ങൾ. അത് നമുക്കറിയാം 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയാണ് സംക്രമണ മൂലകങ്ങളുള്ളത്. ഈ സംക്രമണ മൂലകങ്ങളാണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള മൂലകങ്ങൾ. ഇനി നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ താഴെയായിട്ട് 2 പീരിയഡ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് ആണ് ലാന്തനൈഡ്സും ആക്റ്റിനൈഡ്സും. ഈ 2 പീരിയഡിലെ മൂലകങ്ങൾ ഒരുമിച്ചാണ് എഫ് ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമുക്കറിയാം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ് എസ് ബ്ലോക്കിൽ ഉള്ളതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ് മൂലകങ്ങളാണ് പി ബ്ലോക്കിൽ വരുന്നതെന്നറിയാം. ഈ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും മൂലകങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. സോ നമ്മൾ 18 ഗ്രൂപ്പുകളുടെയും പേര് പഠിച്ചു. അതുപോലെ തന്നെ 4 ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടു. ഇനി നമ്മൾ ഓരോ പീരീഡിലും എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് പീരീഡിൽ നമുക്കറിയാം ആകെ ഹൈഡ്രജനും ഹീലിയവും 2 എലമെൻറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫസ്റ്റ് പീരീഡാണ്. ഇനി സെക്കൻഡ് പീരീഡിലും തേർഡ് പീരീഡിലും എത്ര മൂലകങ്ങളുണ്ട്? 8 മൂലകങ്ങൾ വീതമുണ്ട്. 4ാമത്തെയും 5ാമത്തെയും പീരീഡിൽ 18 മൂലകങ്ങളാണുള്ളത്. ഇനി 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ മൊത്തം 32 മൂലകങ്ങളുണ്ട്. ഈ 6ാമത്തെ പീരീഡിലെ ഒരു മൂലകമാണ് ലന്താനം. അതിൻ്റെ അറ്റോമിക നമ്പർ 57 ഈ 57ാമത്തെ മൂലകം കഴിഞ്ഞ് വരുന്ന 14 മൂലകങ്ങൾ അത് പീരിയോഡിക് ടേബിളിന് താഴെയായിട്ട് ഫസ്റ്റ് റോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ മൂലകങ്ങളെയാണ് ലാന്തനോയിഡുകൾ അല്ലെങ്കിൽ ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. ഈ ലാന്തനൈഡ്സിൻ്റെ വേറൊരു പേരാണ് റെയർ എർത്ത് എലമെൻറ്റ്സ്. കാരണം അവ ഭൂമിയിൽ വളരെ വിരളമായിട്ട് കാണുന്ന മൂലകങ്ങളാണ്. പിന്നെ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലാന്തനോയിഡുകൾ കാണപ്പെടുന്ന പീരീഡ് ഏതാണ്? അത് 6ാമത്തെ പീരീഡിലാണ്. അതുപോലെ തന്നെ 7ാമത്തെ പീരീഡിലെ ഒരു മൂലകമാണ് ആക്ടീനിയം. ആക്ടീനിയത്തിൻ്റെ അറ്റോമിക നമ്പർ 89 ആക്ടീനിയം കഴിഞ്ഞു വരുന്ന 14 മൂലകങ്ങൾ അത് പീരിയോഡിക് ടേബിളിൽ തന്നെ താഴെയായിട്ട് സെക്കൻഡ് റോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ എലമെൻറ്റ്സിനെ, ഈ മൂലകങ്ങളെയാണ് എന്ത് പറയുന്നത്? ആക്റ്റിനോയിഡുകൾ എന്ന് പറയുന്നത്. സോ ആക്റ്റിനോയിഡുകൾ കാണപ്പെടുന്ന പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 7ാമത്തെ പീരീഡാണ്. സോ ആധുനിക ആവർത്തന പട്ടികയിലെ വലിയ പീരീഡ്, ലോങ്ങസ്റ്റ് പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് 6ാമത്തെ പീരീഡും 7ാമത്തെ പീരീഡുമാണ്. കാരണം അതിൽ 32 മൂലകങ്ങളാണുള്ളത്. സോ ഓപ്ഷനിൽ ഏതാണോ വരുന്നത് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക.
സോ പീരിയോഡിക് ടേബിളിലെ ഓരോ പീരീഡിലും എത്ര മൂലകങ്ങളുണ്ടെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ്? അത് ഫസ്റ്റ് പീരീഡ് ആണ്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പീരീഡ് അല്ലെങ്കിൽ വലിയ പീരീഡ് ഏതാണ്? അത് 6ാമത്തെയും 7ാമത്തെയും പീരീഡ്. ഇനിയും ആദ്യത്തെ പീരീഡിലെ മൂലകങ്ങളുടെ എണ്ണം 2, പിന്നെ 2ാമത്തെ പീരീഡിലെ മൂലകങ്ങളുടെ എണ്ണം 8, 3ാമത്തെ പീരീഡിൽ 8 മൂലകങ്ങളുണ്ട്, 4ാമത്തെയും 5ാമത്തെയും പീരീഡിൽ 18 മൂലകങ്ങളുണ്ട്, 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ 32 മൂലകങ്ങളുണ്ട്. ഇനി ലാന്തനോയിഡുകൾ വരുന്നത് ഏത് പീരീഡിലാണ്? അത് 6ാമത്തെ പീരീഡിലാണ് ലാന്തനോയിഡുകൾ വരുന്നത്. അതുപോലെ തന്നെ ആക്റ്റിനോയിഡുകൾ വരുന്നത് ഏത് പീരീഡിലാണ്? അത് 7ാമത്തെ പീരീഡിലാണ്. പീരിയോഡിക് ടേബിളിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു. ബാക്കിയുള്ള പോയിൻറ്റ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.